ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വൈകുന്നേരം മഗ്‌രിബ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിലെത്തിയതാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് വീട്ടിൽ പോയിട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് വരുന്ന വഴിക്കുന്ന കുറച്ച് പച്ചക്കറിയും കുറച്ച് മുട്ടയൊക്കെ തീർന്നിനി, അതൊക്കെ കൊണ്ടുപോകുന്നു. അപ്പോൾ ഈ പച്ചക്കറിയൊക്കെ ഒന്ന് അതാത് സ്ഥാനത്തേക്ക് വെക്കട്ടെ. കാരണം ഈ സ്കൂളാണ് തുറന്നാൽ എന്നും രാവിലെ ചോറ് കൊണ്ടുപോകണമല്ലോ. 8 മണിയാകുമ്പോഴത്തേനും മോന് പോകണം. അപ്പോൾ എന്തെങ്കിലും ഉപ്പേരിയായിട്ട് വേണം. അപ്പം ഉപ്പേരിക്കുള്ള കുറച്ച് പച്ചക്കറിയൊക്കെ നോക്കിക്കണ്ട് അങ്ങനെ വാങ്ങിയതാണ്. പിന്നെ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതേപോലെ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ക്യാരറ്റൊക്കെ നല്ലോണം ക്ലീൻ ചെയ്തുകൊണ്ട് ഞാൻ ഒരു ബോക്സിലാക്കിങ്ങാണ്ട് അതിനെ മീതെ വെള്ളം നിറച്ചുകൊണ്ട് വെക്കലാണ് കേട്ടോ. അപ്പം എന്നാൽ ഒരു മാസം വരെ കേട് കൂടാതെ നിൽക്കും. ഒരു മാസത്തിലപ്പുറം നിൽക്കും. ഇത് പിന്നെ കുറച്ചുള്ളൂ, ഒരു മാസത്തിനൊന്നുമില്ല, പെട്ടെന്ന് കഴിയും. അപ്പോൾ കേക്കിങ്ങാണ്ട് കട്ട് ചെയ്യാൻ പറ്റിയ പച്ചക്കറികളൊക്കെ അങ്ങനെ കേക്ക് കട്ട് ചെയ്തുകൊണ്ട് ബോക്സിലാക്കി വെച്ച്, ചിലത് ഒരാഴ്ചയൊക്കെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കേൾക്കാതെ അങ്ങനെ തന്നെ ബോക്സിലാക്കി വെച്ചേക്കാണ്. അങ്ങനെ ഇതൊക്കെ മുഴുവനാക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് കുറേ നേരമാവും കേട്ടോ. ചോറുണ്ട്, കറിയില്ല. അപ്പം മീൻ കൊണ്ടുവന്നിക്കണം. അപ്പോൾ അത് നന്നാക്കി കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ടൊന്നുമില്ല. അപ്പം ഞാൻ അതവിടെ മാറ്റി വെച്ചങ്ങാണ്ട് മീൻ കറി ഉണ്ടാക്കട്ടെ. ഇപ്പോൾ സമയം 7:30 മക്കളൊക്കെ ഉറങ്ങിപ്പോകും കുറച്ച് കഴിഞ്ഞാൽ. അപ്പോൾ കറി ഉണ്ടാക്കിയിട്ട് ബാക്കി പണി തുടരാം. അപ്പം കുറച്ച് അയിലയും കുറച്ച് കഷ്ണമീനൊക്കെയാണ് കേട്ടോ കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ കുടിക്ക് പോയി പറഞ്ഞല്ലോ. അപ്പോൾ ഇപ്പം ഞാൻ പോന്നപ്പം പൊറോട്ട തന്നിക്കണം കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ അത് മതി. അപ്പം നയിക്ക് മീൻ കറി ഉണ്ടാക്കാം. ചോറ് കഴിക്കണവർക്ക് ചോറും കഴിക്കാമല്ലോ. അങ്ങനെ മീനൊക്കെ എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ട് ഇനി നമുക്ക് അയില മീൻ മുളകിടട്ടോ. ബാക്കി ഞാൻ മുളക് തേച്ചങ്ങാണ്ട് ഫ്രിഡ്ജിക്ക് വെക്കണം, നാളെ എടുക്കാൻ വിചാരിച്ചങ്ങാണ്ട് പൊരിക്കാൻ. അപ്പോൾ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചങ്ങാണ്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചെടുത്ത് വെളിച്ചെണ്ണ ചൂടാക്കി ഞാൻ ഉലുവ പൊട്ടിച്ചെടുക്കണത്. ഉലുവ പൊട്ടി വന്നപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിട്ടെടുത്ത്, അതും ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നപ്പം നമ്മളെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് കട്ട് ചെയ്തത് അതിട്ടെടുത്തിട്ടോ. ചതവാണെങ്കിൽ ഒന്നായിട്ട് ചതച്ചാൽ മതി. അപ്പം എൻ്റെ അടുത്ത് വെളുത്തുള്ളി ഇഞ്ചിയും ചതവുള്ളതാണ്. അപ്പം പിന്നെ ചീരുള്ളി ചതവില്ലേനി, അപ്പോൾ അതങ്ങനെ ഇട്ടുകൊടുത്തതാണ്. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല അതും ഇട്ടുകൊടുത്തു. അങ്ങനെ ഇനി നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ അതൊന്ന് വാടി വന്നിട്ട് നമുക്ക് പച്ചമുളകും തക്കാളിയും അതിട്ടെടുത്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ തക്കാളിയൊക്കെ നല്ല വാടി വന്നപ്പം മുളകും പൊടി ഒരു 3 സ്പൂൺ മുളകും പൊടി ഇട്ടെടുത്ത്, ഒരു സ്പൂണ് ചെറിയ സ്പൂണാട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടെടുത്ത്, ഒരു 1/2 സ്പൂണ് ജീരകത്തിൻ്റെ പൊടിയും 1 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടോ. മല്ലിപ്പൊടി അധികം ആവരുത്. പിന്നെ കാശ്മീരി മുളക് പൊടി അതൊരു സ്പൂൺ അത് ഇട്ടെടുത്തുകൊണ്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. എന്നിട്ട് പിന്നെ പുളി പിഴിഞ്ഞത് അത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ കറി എത്ര വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുക. തിളച്ചിട്ട് വേണം മീൻ ഇട്ട് കൊടുക്കാൻ. അങ്ങനെ മീനൊക്കെ വന്നിട്ട് അത് ഓഫ് ചെയ്തിട്ടോ. ഇനി വേണ്ടവർക്കൊക്കെ കഴിക്കാമല്ലോ. അപ്പം ഇതിൻ്റെ ബാക്കി പണി ഞാൻ തുടരുകയാണ്. അപ്പം ചീര ഉണ്ട്, അതിൻ്റെ ഇല വേറെയും തണ്ട് വേറെയൊക്കെ. തണ്ട് ഞാൻ ഉപ്പേരി വെക്കാൻ അരിഞ്ഞ് വെച്ചിരിക്കണം. അതേപോലെ ഇല
താളിക്കാനും 2 ബോക്സിലാക്കി ഞാൻ അങ്ങനെ വെച്ചിക്കണ്. ബീൻസ് ഞാൻ അതിൻ്റെ ആരുണ്ടല്ലോ 2 സൈഡിലുള്ള ആര് അത് കളഞ്ഞുകൊണ്ട് അതൊരു ബോക്സിലാക്കി വെച്ചിരിക്കണം. അത് കഴുകിയിട്ടില്ല കേട്ടോ. അത് 2-3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എടുക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കഴുകിയിട്ടില്ല. ചീര അതൊക്കെയാണ് ഞാൻ കഴുകിയത്. അതൊക്കെ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് അങ്ങനെ എടുക്കും. അപ്പോൾ പെട്ടെന്ന് എടുക്കുന്നത് കഴുകിക്കണം, അല്ലാത്തത് കഴുകിയിട്ടില്ല. അപ്പോൾ ഈ ബോക്സിൻ്റെ അടപ്പ് പൊട്ടിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വെണ്ടക്കയിൽ വെച്ചിട്ട് ക്ലിംഗ് റാപ്പ് കൊണ്ട് അടച്ച് വെച്ചങ്ങാണ്ട് അങ്ങനെ അത് ഫ്രിഡ്ജിക്ക് അങ്ങനെ വെച്ചേക്കാണ്. അപ്പോൾ ഒക്കെ ഫ്രിഡ്ജിൽ സെറ്റായിട്ടോ. അപ്പം ഇനി മീനൊക്കെ മുളക് തേച്ചങ്ങാണ്ട് അത് വേറെ പാത്രത്തേക്ക് അങ്ങനെ വെച്ചിക്കണ്. അപ്പോൾ അത് ഇനി ഫ്രിഡ്ജിക്ക് മാറ്റട്ടെ. അത് ഫ്രീസർക്കല്ല, ഫ്രിഡ്ജിക്ക് തന്നെ മാറ്റാണ്. രാവിലെ തന്നെ അത് എടുക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചാണ് വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ നാളെ കാണാം. അസ്സലാമു അലൈക്കും.